collector in our hometown, and also the presence of our Honorable Chairman, Sri M.P. Ahmed, and other directors, our Vice Chairman, Sri Abdul Salam, other directors, Sri K.P. Veeramuthi, Sri Disha Dekhe, Sri Abdullah, and the Chairman of Tunnel Group NGO, and Disha Dekhe, North Region. Right. It's over 716 micro-learning centers. It supports over close to 32,000 children with nutritious meal and education. And it supports grandma homes in Bangalore and Hyderabad. And it provides scholarships to over 1,14,000 girl students across 18 states. No other group does this. No other group does this. And therefore, what it demonstrates is that the chairman and all its directors who are present here today have a remarkable commitment for responsibility and human compassion. And that is why I feel very proud that I was able to inaugurate their first store in 1993 in Calicut, and since then this group has grown and grown and grown. And this has grown because of its spirit. മലബാർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് മലബാർ ഗ്രൂപ്പിലെ എല്ലാവരും. കാരണം ഹങ്കർ ഫ്രീ ഡേ ആഘോഷിക്കുകയാണ്. ഹങ്കർ ഇല്ലാത്തൊരു കാലം അത് നമ്മളെല്ലാവരും സ്വപ്നം കാണുകയാണ്. നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ ഹങ്കർ ഫ്രീ, വിശപ്പില്ലാത്ത ലോകം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. വിശപ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എത്ര ദരിദ്രനും എത്ര പൈസക്കാരനും എത്ര എന്തൊക്കെ ഉണ്ടായാലും വിശപ്പ് ഒരു വലിയ പ്രയാസമാണ്. വിശപ്പില്ലാത്തവരെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നമ്മളെല്ലാം ലോകത്താകെ 29 കോടി ജനസംഖ്യ വിശപ്പ് അനുഭവിക്കുന്നു എന്നാണ് UN തന്നെ കണക്ക്. 820 കോടി ജനസംഖ്യയുള്ള നമ്മുടെ ലോകത്ത് നമ്മളെല്ലാവരും തീരുമാനിച്ചാൽ അത് ഇല്ലാതാക്കാൻ പറ്റും. അത് നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഞങ്ങൾ മുന്നിലുണ്ട്, നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ കൂടെ ഞങ്ങളും ഉണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. ഇത് കൂടാതെ റൈറ്റ്സ് ഓഫ് ഇന്ത്യ ഞങ്ങളൊരു വലിയൊരു പരിപാടി ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉദ്ഘാടകൻ അമിതാഭ് കാന്ത് മദേഴ്സ് ഓഫ് ഇന്ത്യ മദർ എങ്ങനെ ആയിരിക്കണം, അതാണ് അടുത്ത ജനറേഷൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നൊരു കാര്യം. മദേഴ്സ് ഓഫ് ഇന്ത്യ, മദേഴ്സ് ഡേ ഞങ്ങൾ ആഘോഷിക്കാൻ പോവാണ്. മദേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞങ്ങളുടെ ആലോചനയ്ക്ക് വന്നിരിക്കുകയാണ്. ഏത് ഇനിഷ്യേറ്റീവ്? ഹങ്കർ ഫ്രീ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തുള്ള ഒരുപാട് NGOs ആയിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്യുകയാണ്. NGOs ഉണ്ട്, പല NGOs ഉണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് 25,000 പേരുണ്ട്. എല്ലാ ഷോപ്പിൻ്റെ അണ്ടറിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. കേരളത്തിൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. ആകെ 2,500 പേർക്ക് കൊടുക്കാൻ നോക്കിയിട്ട് വരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഡൽഹി, കൽക്കത്ത, മുംബൈ വലിയ നഗരങ്ങൾ, മെട്രോ നഗരങ്ങളിലാണ് ചേക്കേറിയാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ജോലിയില്ലാതെ കുട്ടികളെയും വെച്ചിട്ട് പോകുന്നത്. അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഏതെങ്കിലും ഫ്ലൈ ഓവറിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഓവുപാലത്തിൻ്റെ അണ്ടറിലൊക്കെ ആയിട്ട് അവർ പോയി താമസിക്കുകയാണ്. ഗവൺമെൻറ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒന്നുമില്ലാതെ താമസിക്കുകയാണ്. അവരെ So today in Delhi, we have announced 120 crores of CSR budget for this financial year. And today being World Hunger Day, we have given focus on a project called Hunger Free World. Through Hunger Free World, we are providing food for the needy, be it the people in the street or the kids studying in the micro-learning center. With 16 micro-learning centers spread across the country in 20 states. And also we are providing scholarships to the girl students, and that is a part of Women Empowerment Project. How will you incorporate the feedback or learning from previous days? About what the CSR? Yeah, previously we have done a lot of projects, and whatever improvement we have to bring. That is why we brought a lot of nutritious food also to this one, and we also make sure the education system is given right way, and we are also trying to do the impact study. What is the impact coming to their lives? You plan it not in India only? Pan India, across India. 70,000 crore pan India. Yeah. 70,000 food on a daily basis, 2.2 crores food on